ഹെബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം. അതിനാൽ സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെപ്പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയമിച്ചവനോട് വിശ്വസ്തനായിരുന്നു. അവൻ മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവന് വീടിനേക്കാൾ മഹത്വമുള്ള പോലെ ഓരോ വീടും ആരാലെങ്കിലും നിർമ്മിതമാണല്ലോ. എന്നാൽ എല്ലാം നിർമ്മിച്ചവൻ ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യമാകേണ്ടതിന് അവിടുത്തെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെപ്പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിനു മേൽ പുത്രനെപ്പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയുടെ അഭിമാനവും മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ, ഇന്നു നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമെങ്കിൽ മരുഭൂമിയിലെ പരീക്ഷണകാലത്തെ എതിർക്കലിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ നിരന്തരം പരീക്ഷിച്ചു. 40 വർഷം. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ വഴിതെറ്റുന്നു. എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം ഓരോ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങളിലാരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ പങ്കുകാരായിട്ടുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു: ഇന്നു നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമെങ്കിൽ എതിർപ്പിൻ്റെ കാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ശ്രവിച്ചിട്ടും എതിർത്തവരാരാണ്? മോശ വഴി ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന എല്ലാവരുമല്ലേ? 40 വത്സരം അവിടുന്ന് കോപിച്ചത് ആരോടാണ്? പാപം ചെയ്ത് ആരുടെ ശരീരങ്ങളാണോ മരുഭൂമിയിൽ നിപതിച്ചത് അവരോടല്ലേ? അനുസരണക്കേട് കാണിച്ചവരോടല്ലെങ്കിൽ പിന്നെ മറ്റാരോടാണ് ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കയില്ലെന്ന് അവിടുന്ന് ശപഥം ചെയ്തത്? അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം. അതിനാൽ അവിടുത്തെ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവരെപ്പോലെ തന്നെയാണ് നമ്മളും സുവിശേഷം കേട്ടവരായത്. എന്നാൽ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം കേട്ടവരുമായി വിശ്വാസത്തിലൂടെ അവർ യോജിച്ചു നിന്നില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു: എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ തീർച്ചയായും അവർ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെപ്പറ്റി അവിടുന്ന് ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിന്ന് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഈ ഭാഗത്ത് തീർച്ചയായും അവരെൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ ചിലർ അതിലേക്ക് പ്രവേശിക്കാനുണ്ട് എന്നത് നിലനിൽക്കുന്നു. വീണ്ടും അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു: ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതിരുന്നെങ്കിൽ, ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ, അതിനുശേഷം അവിടുന്ന് മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ശേഷിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ദൈവം അവിടുത്തേതിൽ നിന്നെന്ന പോലെ വിശ്രമിക്കുന്നു.
ഇതുപോലുള്ള അനുസരണക്കേട് മൂലം ആരും വീഴാതിരിക്കേണ്ടതിന് നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഏത് ഇരുതലവാളിനേക്കാളും മൂർച്ചയേറിയതും ചേതനയും ആത്മാവും സന്ധിബന്ധങ്ങളും മജ്ജയും വേർതിരിക്കും വിധം തുളച്ചു കയറുന്നതും ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. അവിടുത്തെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും നഗ്നവും അനാവൃതവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തോടാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഏറ്റുപറച്ചിൽ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും സമാനമായ വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്, എന്നാൽ പാപരഹിതനും. അതിനാൽ ആവശ്യമുള്ളപ്പോൾ സഹായത്തിനായി കരുണ സ്വീകരിക്കാനും കൃപ കണ്ടെത്താനും കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം.